സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള ഒരു ഗംഭീര വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാലിൻ്റെ ലൂസിഫർ. ഒരുപക്ഷെ മലയാള സിനിമ തന്നെ കണ്ട എക്കാലത്തെയും വലിയ വിജയമായി മാറിയേക്കാം ലൂസിഫർ. 2 മണിക്കൂർ 50 മിനിറ്റ് ആയിരുന്നു ലൂസിഫറിൻ്റെ ദൈർഘ്യം. പൊതുവെ ഇത്രത്തോളം ദൈർഘ്യമുള്ള സിനിമകൾ തന്നെ ഇപ്പോൾ മലയാളത്തിൽ ഉണ്ടാകാറില്ല. അപ്പോഴാണ് പൃഥ്വിരാജ് ഇത്രത്തോളം ദൈർഘ്യമുള്ള ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിക്കുകയും അത്രത്തോളം സമയം പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുകയും ചെയ്യുന്നത്. എന്നാൽ ദൈർഘ്യം കുറയ്ക്കാനായി ലൂസിഫറിലെ ചില രംഗങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നതാണ് പുതിയ റിപ്പോർട്ട്. അതിൽ ലാലേട്ടൻ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു കിടിലം സീനും ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ ഈ രംഗത്തിൻ്റെ ചിത്രീകരണത്തിനെടുത്ത ലാലേട്ടൻ ബുള്ളറ്റിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ വൈറലാവുകയാണ്. മോഹൻലാൽ ആരാധകരുടെ ഫാൻ പേജായ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന പേജിലൂടെയാണ് ഈ ഫോട്ടോ വൈറലായത്. പടം 3 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഈ സീനൊക്കെ എന്തിന് ഡിലീറ്റ് ചെയ്തു രാജുവേട്ട എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു കിടിലൻ ബുള്ളറ്റ് സീനാണ് ആരാധകർക്ക് നഷ്ടമായത്. ഇത് വെറും ഒരു സീനല്ല, ബുള്ളറ്റ് ചിത്രത്തിൽ ഒരു കഥാപാത്രം തന്നെയായിരുന്നു എന്നത് ബുള്ളറ്റിൻ്റെ നമ്പറിൽ നിന്നും മനസ്സിലാക്കാം. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാറിൻ്റെ നമ്പറായ 666 തന്നെയാണ് ബുള്ളറ്റിൻ്റെയും നമ്പർ. ഈ സീൻ ഉടൻ പുറത്തുവിടും എന്നും റിപ്പോർട്ടുണ്ട്. എങ്കിലും പൃഥ്വിരാജ് ഈ സീനൊന്നും ഒരിക്കലും തിയേറ്ററിൽ നിന്നും ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ ലാലേട്ടൻ ബുള്ളറ്റിൽ വരുന്ന സീനിനായിരുന്നേനെ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.